ജർമ്മനിയിലോട്ട് പുതിയതായിട്ട് വരുന്നവരോട് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കഴിവുകളിൽ ഏതെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കണം. ഒന്നാമത്തെ കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന വേദനകളെ മുൻകൂട്ടി പ്രവചിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. രണ്ടാമത്തെ കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഇപ്പം മരിക്കും എന്നുള്ള പോലെ അഭിനയിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനകൾ സഹിച്ചിരിക്കേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പല്ലുവേദനയുടെ കാര്യം പറയുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ആരോടും ഒരു അനുഭവം ചോദിക്കാതെ തോന്നിയ സമയത്ത് കയറി വരുന്നൊരു വേദനയാണ് ഈ പല്ലുവേദന എന്ന് പറയുന്നത്. ഈ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നാളത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നിമിഷ സമയത്തേക്ക് നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പോകുന്നില്ല. കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 2-3 ആഴ്ച നമ്മളിതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും 2 കഴിവുകളുണ്ടെങ്കിൽ അത് നന്നായി ഉപകരിക്കും. ഇനി അണക്കിൽ വന്നൊരു പല്ല് പറിച്ച് കളയാനാണെങ്കിൽ പോലും നമ്മളൊരു 2 മാസം അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഈ അപ്പോയിൻമെൻറ്റിൽ ഇവർ നമ്മളെ പരിശോധിച്ചിട്ട് പല്ലെടുക്കണം എന്ന് തീരുമാനിക്കും. രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവർ വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് തരും. ആ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഇവർ നമ്മളെ പല്ല് പറിക്കുന്നത്. ഇനി ഇതിനിടയ്ക്ക് ഇവർ നമ്മളോടൊരു ചോദ്യം ചോദിക്കും, എങ്ങനെയുണ്ട് വേദന നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ സമയത്ത് നമ്മൾ ബുദ്ധിക്ക് കളിക്കാം. ഈ സമയത്ത് നമ്മൾ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞാൽ അഭിനയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി അവർ മുൻപേ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. അതല്ല എൻ്റെ പോലെ വേദന ഇല്ല എന്ന് സത്യസന്ധമായി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഈ പല്ല് പറിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജർമ്മനിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.